ഡോക്ടർ ഫെബിൻ ബേബി, അദ്ദേഹം ക്രിമിനോളജിസ്റ്റാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഫെബിൻ, ഇയാളുടെ പെരുമാറ്റ രീതികളിലെ സവിശേഷതകൾ, ഒന്നാമത്തെ കാര്യം ഒരു കൂസലുമില്ല. ഇപ്പോൾ നേരത്തെ നമ്മുടെ അഭിഭാഷകൻ അതേപോലെ ജോർജ് ജോസഫ് സാറൊക്കെ പറഞ്ഞു ഇയാൾക്ക് ഒരു പ്രത്യേകതരം, അദ്ദേഹം വാമമാർഗി എന്ന് പറഞ്ഞു, സ്കീസോഫ്രീനിക് പേഷ്യൻ്റ് ആണെന്ന് ഇത് അഭിഭാഷകൻ പറഞ്ഞു. പക്ഷേ ഇയാൾ കൊല ചെയ്യുന്നു, നേരെ കാട്ടിൽ പോകുന്നു, കാട്ടിൽ കഴിഞ്ഞ ശേഷം വിശക്കുമ്പോൾ വീണ്ടും വീട്ടിൽ വരുന്നു, വീട്ടിലെത്തി പോലീസ് പിടികൂടുമ്പോൾ ഇയാൾ ആവശ്യപ്പെടുന്നത് ചോറും കോഴിക്കറിയും കിട്ടണമെന്നാണ്. പിന്നെ ഇഡ്ഡലി കൊടുക്കുന്നു, ചോദ്യം ചെയ്യൽ ഭക്ഷണം കഴിച്ചിട്ട് പോരെ എന്ന് ചോദിക്കുന്നു. ഒരു കൂസലുമില്ല, കൊല നടത്തിയതിൽ അയാൾക്ക് ഒരു പശ്ചാത്താപവുമില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അയാൾ നേരിടുന്നില്ല. അയാൾ പിന്നെ പറയുന്നത് എന്നെ ശിക്ഷിക്കൂ, 100 വർഷം ശിക്ഷിക്കൂ എന്നാണ്. അപ്പോൾ ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ്. പക്ഷേ ഭ്രാന്തില്ല, വളരെ കൃത്യമായ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവായിരുന്നു, വളരെ ആസൂത്രിതമായിട്ടാണ് കൊല നടത്തിയിട്ടുള്ളത്. കൊടുവാളൊക്കെ നേരത്തെ വാങ്ങി കൊലപ്പെടുത്തേണ്ടത് ആരെ എന്ന് തീർച്ചപ്പെടുത്തി. ഇനിയും ആ ലിസ്റ്റിൽ ആളുകളുണ്ടെന്ന് പറയുന്നു. എന്ത് തരം മനോനിലയിൽ നിന്നുകൊണ്ടായിരിക്കണം ചെന്താമരെ പോലൊരു കൊടും ക്രിമിനൽ ഇതുപോലെയുള്ള ചെയ്തികൾ കാട്ടിക്കൂട്ടുന്നത്? ഈ കേസിൽ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് 2019 തുടങ്ങിയ ഒരു കേസാണ്. 2019 എന്ന് പറയുമ്പം അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഒരു 4 വർഷം അണ്ടർ ട്രയലിൽ കിടക്കുന്ന ഒരാൾക്ക് വരാൻ പറ്റുന്ന മാനസിക നില ഭയങ്കരമാണ്. അപ്പൊ അതുപോലും വരാതെ ഒരു 2019 ഇന്ന് ഈ ഒരു അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു കേസിലോട്ട് പോകുന്നതോടെ വരെയുള്ള ആ മാനസിക നില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഒരു സ്കിറ്റ്സോഫീനിയയുടെ തുടക്കം അല്ലെങ്കിൽ സ്കിറ്റ്സോഫീനിയയുടെ ഒരു ഇതുണ്ടെന്ന്. പക്ഷെ സ്കിറ്റ്സോ ടൈപ്പോ എന്ന് പറഞ്ഞൊരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഓൾഡ് ബിലീഫുകൾ എപ്പോഴും പിന്തുടരുന്ന ഒരാളായിട്ടാണ് എനിക്ക് ചെന്നവരെ കാണാൻ വേണ്ടി തുടങ്ങുന്നത്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണല്ലോ, അതൊരു ഇൻസാനിറ്റിയോ അങ്ങനെ ഒരു സാധനമല്ല, പക്ഷെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറോടുകൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥലത്തെ ആൾക്കാർ വരുന്നത്. പക്ഷെ അതിന്റെ എക്സ്ട്രീം ലെവലിലോട്ട്, അതായത് ആ അന്വേഷണവുമായിട്ടുള്ള ബന്ധപ്പെട്ട SP പറഞ്ഞതിന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി കടുവേനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. അതായത് കടുവ എന്ന് പറയുന്നത് എരേനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ നഖവും പല്ലുകളും മിനുക്കുകയും എരേനെ പതിഞ്ഞു നിന്ന് ആക്രമിക്കുകയും ചെയ്തു. പക്ഷെ എര ആക്രമിക്കുന്നത് അവരുടെ ഒരു പർപ്പസ് ആയിട്ട് കാണുകയും അതൊരു ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നത് ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ആയിരിക്കണം അവിടുത്തെ SP അത് കടുവ എന്ന് വിളിച്ചത്. പക്ഷെ എന്തൊക്കെയായാലും ഒരു മാനസിക നില എന്ന് പറയുന്നത് എന്തായാലും സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് നിർബന്ധമാണ്. സ്പെക്കുലേഷന്റെ പുറത്തോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഇൻഫർമേഷന്റെ പുറത്തോ നമുക്ക് പറയാൻ നമ്മൾ പ്രൊഫഷണൽ പ്രാക്ടീസ്. പക്ഷെ എങ്കിലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ഒരാള് ഒപ്പം തന്നെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്ന റിവെഞ്ച് എന്ന് പറയുന്നതിന്റെ വ്യാപ്തി 6 വർഷം 5 വർഷത്തോളമാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഓൾഡ് ബിലീഫുകളും കൂടി ഇപ്പം SP സാർ പറഞ്ഞാല് ഓൾഡ് ബിലീഫുകൾ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഭയങ്കര ഒരു ഡെഡ്ഫുൾ ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു സാധനം. ആ ഒരു സബ്ജക്റ്റ് ആയിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല ആ നാടിന് മൊത്തത്തിൽ ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് മാറുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആ ആൾക്കാണെങ്കിൽ ഒരു തരത്തിലുള്ള ഗിൽറ്റ് ഫീലിങ്ങുകളും ഇല്ല. എല്ലാവരെക്കാളും നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരെക്കാളും ഞാൻ ചെയ്തതിന്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ അതേ രീതിക്ക് നടക്കുക. ഇങ്ങനെ ഗിൽറ്റ് ഫീലിംഗ് ഇല്ലാത്ത ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് സീരിയൽ ഒഫൻഡേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യമുള്ളവർ. പക്ഷെ ഇദ്ദേഹം എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതൽ മാറിയിട്ട് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കൊണ്ടുവന്ന് എന്നാൽ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ അറ്റാക്ക് ചെയ്യുന്നതിന്റെ അകത്ത് ഇന്റൻസിറ്റി കറക്റ്റ് ആയിട്ട് ആക്കുക. അതല്ല ഡോക്ടർ ഫിബിൻ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞു, അതായത് രക്തം കണ്ട് കൊലപ്പെടുത്തി രക്തം കണ്ട് ആനന്ദിക്കുന്ന സ്വഭാവമുള്ളയാൾ എന്ന ഗണത്തിലാണോ ചെന്താമരയെ താങ്കൾ പെടുത്തുക? അതല്ല അയാളുടെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അയാൾ കരുതുന്ന ആളുകളെ ശത്രുക്കളായി കണ്ട് അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു പട്ടിക ഉണ്ടാക്കുന്നു, ആ പട്ടികയിൽ 1, 2, 3, 4 എന്ന് ലിസ്റ്റ് ചെയ്യുന്നു, അവരെ കൊലപ്പെടുത്തി ഈ ദൗത്യം അവസാനിപ്പിക്കുക എന്ന മാനസികാവസ്ഥയിലായിരിക്കുമോ ഈ കൊല ചെയ്തിട്ടുണ്ടാവുക? ഈ രണ്ട് ആസ്പെക്ടുകളാണ് ജോസഫ് സാർ പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഒരു എന്താ പറയാ എണ്ണി, അതായത് ഒരു മോട്ടീവ് ഉണ്ടാക്കി അയാളെ നശിപ്പിച്ച ആൾക്കാരെ കൊന്ന് തീർക്കുന്ന ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു തരത്തിലുള്ള ഒരാൾ. അതല്ല, എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതൽ എന്തോ ഒരു ആവേശം, സാറ് പറഞ്ഞ പോലെ ചിലപ്പം അത് രക്തം കണ്ടിട്ടുള്ളതല്ല, ചില ആൾക്കാർക്ക് ചില കൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അതാകാം. അതിനു വേണ്ടിയാകാം അയാളുടെ കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്ത ആൾക്കാരെ വകവരുത്തുന്നുള്ള ഒരു മോട്ടീവ് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അയാൾ കുറ്റം ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ആ ചെന്താമരയ്ക്ക് ആ കുറ്റത്തിൽ നിന്ന് ഗിൽറ്റി ഇല്ലാന്നതിനൊപ്പം തന്നെ ചിലപ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള സ്പെക്കുലേഷൻസ് വെച്ചിട്ട്.
പക്ഷെ എന്തൊക്കെയായാലും ഈ ഒരു പാർട്ട് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ആ റിവെഞ്ചിന്റെ ആ കാലാവധി, അല്ലെങ്കിൽ ആ ഒരു മാനസിക നില, അല്ലെങ്കിൽ ആ ഒരു കുറ്റം ചെയ്യാനുള്ള ടെൻഡൻസി 6 വർഷത്തോളം ഒരു തരത്തിലുള്ള പോറലും ഇല്ലാതെ, ഒരു തരത്തിലുള്ള കുറവുമില്ലാതെ ഇപ്പോഴും തുടരുന്നു. അത് ജോർജ് ജോസഫ് സാർ പറഞ്ഞാൽ ചിലപ്പം ആ ഒരു രീതിയിലോട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ കുറ്റം ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ എന്നായിട്ട് നമുക്ക് ചെന്നാപ്പനെ കാണാൻ പറ്റും. രണ്ട്, ഇതിനു വേണ്ടി മറവായി ഇപ്പം പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അയാൾ അദ്ദേഹം ഒത്തിരി നുണകൾ പറയുന്നുണ്ട്. നമുക്ക് ഒത്തിരി നുണകൾ നമ്മൾ കേട്ടു. ആ നുണയില് ഭാഗത്തോട് നമുക്ക് എന്തുകൊണ്ട് ഇതും പെടുത്തിക്കൂടാ? അതായത് മോട്ടീവും അയാൾ പറയുന്ന നുണയാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെന്താമരയുടെ സ്റ്റേറ്റ്മെന്റുകളൊന്നും എല്ലാം നമുക്ക് എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളല്ല. പക്ഷെ എങ്കിലും അയാൾ ആ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അതിന്റെ ഒപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നു. പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ 85% മോശങ്ങള്, ഒറ്റ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ അയാളെ സ്വന്തമായിട്ട് ഇനിയും ഭീഷണിപ്പെടുന്നു, ഇനിയും ഒത്തിരി ആൾക്കാരെ കൊല്ലാനുണ്ടെന്ന് ഭീഷണിപ്പെടുന്നു, നാടിന് മൊത്തമായിട്ട് പ്രശ്നമാകുന്നു. അപ്പൊ അതായത് പെടുമ്പോഴും അയാൾക്ക് പേടിയില്ലാതെ ആകുന്നു. അപ്പൊ ചിലപ്പോ ഒരു മാനസികമായി അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ, അതായത് ഇത് കൊല ചെയ്യാനുള്ള അല്ല, സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെയാണെങ്കിൽ അത് ശരി ഡോക്ടർ ഫിബിൻ, അങ്ങനെയാണെങ്കിൽ ചെന്താമര എന്ന് പറയുന്ന നരാധമൻ, അതായത് രക്തം കാണുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നയാൾ, കൊല ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നയാൾ എന്ന നിലയിൽ ചെന്താമരയെ നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറം അയാൾക്ക് മറ്റെന്തെല്ലാം ഒരു ദൗത്യം പൂർത്തിയാക്കുന്നത് പോലെയാണോ ഈ കൊലപാതകങ്ങൾ ഓരോന്നായി അയാൾ ചെയ്തു കൂട്ടുന്നത് എന്ന കാര്യം പരിശോധിക്കപ്പെടും. ഇനി അയാൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, അയാളുടെ മനോനിലയെ തകർക്കുന്ന തരത്തിൽ അന്ധവിശ്വാസത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്ന മറ്റ് കരങ്ങൾ ഇതിന് പിന്നിലുണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം നീളേണ്ടതല്ലേ? ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് സഹായകരമാകുന്ന എന്തെങ്കിലും ഒന്ന് നിലനിൽക്കാൻ അവശേഷിക്കുന്നുണ്ടോ, അതിൽ പോലീസ് മറ്റെന്തെല്ലാം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം എന്ന കാര്യവും നമുക്ക് പരിശോധിക്കാം.